بسم الله الرحمن الرحيم يا من يرى يا من يرى مد البعوض جناحها في ظلمة الليل البهيم الأليل. يا من يرى ويرى مناق عروقها في نحرها والمخ من تلك العظام النحل. يا من يرى مد البعوض. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. وما المرء إلا راكب ظهر عمره على سافر يفنيه باليوم والشهر. يبيت ويضحي كل يوم وليلة بعيدا عن الدنيا قريبا إلى القبر. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു അവൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ, അതുപോലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുവചനങ്ങളിലൂടെ അമൂല്യമായ ഒരനുഗ്രഹത്തെ സംബന്ധിച്ച് മനുഷ്യ സമൂഹത്തെ ബോധവാന്മാരാക്കുകയും ആ അനുഗ്രഹം പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തതായി വിവിധ സ്ഥലങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ് സമയം എന്നത്. രാപ്പകലുകൾ മാറി മാറി വരുന്നതും അതിലൂടെ ഒരുപാട് പ്രത്യേകതകൾ ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ബുദ്ധിയും ചിന്തയും ഉപയോഗപ്പെടുത്തുന്ന ആളുകളോട് ആലോചനാ വിഷയമാക്കാനും ചിന്തക്ക് വിഷയീഭവിപ്പിക്കാനും വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നാം പലപ്പോഴും
ധനത്തിനാണ് വില കൽപ്പിക്കാറുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ അമൂല്യമായത് സമയമാണ്, ധനമല്ല. ധനം ഏതെങ്കിലും ഒരു കാരണത്താൽ നമുക്ക് നഷ്ടപ്പെട്ടാൽ തന്നെ അധ്വാനങ്ങളിലൂടെ, പരിശ്രമങ്ങളിലൂടെ, നിരന്തരമായ ശ്രമങ്ങളിലൂടെ നഷ്ടപ്പെട്ട ധനമോ അതിൻ്റെ 10 ഇരട്ടിയോ തിരിച്ചു പിടിക്കാൻ മനുഷ്യന് സാധിക്കും. അതേ അവസരത്തിൽ സമയം എന്ന് പറയുന്ന നിഅമത്ത് ഒരു സെക്കൻഡ് പോലും കഴിഞ്ഞു പോയാൽ, ലക്ഷങ്ങൾ ചെലവഴിച്ചാലും കഴിഞ്ഞുപോയ ഒരു നിമിഷം മടക്കിയെടുക്കാൻ ലോകത്ത് ഒരു സംവിധാനവും ഇല്ല. ഒരാളെ കൊണ്ടും അതിന് സാധ്യവുമല്ല. അത്രയും വിലപ്പെട്ട, അനർഘമായ, അമൂല്യമായ ഒരു നിധിയാണ് സമയം. അതിൻ്റെ മഹത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ശൈലികളാണ് പരിശുദ്ധ ഖുർആനിന്റെ വിവിധ അധ്യായങ്ങളുടെ പ്രാരംഭങ്ങളിൽ നിറഞ്ഞുകിടക്കുന്നത്. സമയത്തിന്റെ വിവിധ ഭാഗങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് സത്യത്തിനായി അള്ളാഹു ഉപയോഗപ്പെടുത്തിയത് കാണാം. പരിശുദ്ധ ഖുർആൻ വല്ലൈലി ഇദാ യഗ്ശ എന്ന് പറയുന്നു. രാത്രിയെ തന്നെയാണ് സത്യം, അത് ഇരുൾ മൂടി വരുമ്പോൾ. വന്നഹാരി ഇദാ തജല്ല, പകൽ സമയത്തെ തന്നെയാണ് സത്യം, അത് പ്രത്യക്ഷമായി വരുമ്പോൾ. അതുപോലെ തന്നെ വല്ലുഹ, ഇളയുച്ചയെ തന്നെയാണ് സത്യം, ലുഹ സമയത്തെ തന്നെ സത്യം. വൽ ഫജ്ർ, പ്രഭാതത്തെ തന്നെയാണ് സത്യം. അതുപോലെ തന്നെ വൽ അസ്ർ, മൊത്തത്തിൽ കാലഘട്ടത്തെ തന്നെയാണ് സത്യം. എന്നിങ്ങനെ സമയത്തെ സൂചിപ്പിക്കുന്ന, ഒരു ദിവസത്തിലെ വ്യത്യസ്തങ്ങളായ സമയങ്ങളുടെ ഭാഗത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു സത്യം ചെയ്തതായി കാണാം. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഒരു കാര്യത്തെ സത്യം ചെയ്യുന്നുവെങ്കിൽ അതിലൂടെ വിശുദ്ധ ഖുർആൻ വായിക്കുന്ന, പാരായണം ചെയ്യുന്ന, പഠിക്കുന്ന ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് അള്ളാഹു സത്യത്തിന് ഉപയോഗപ്പെടുത്തിയ ആ കാര്യത്തിന്റെ മഹത്വവും അതിൽ പടച്ചതമ്പുരാൻ നിറച്ചു വെച്ചിട്ടുള്ള മഹനീയമായ അനുഗ്രഹങ്ങളെയും മനുഷ്യൻ ചിന്തിക്കാനും ആലോചിക്കാനും വേണ്ടിയാണ് അള്ളാഹു ചില പ്രത്യേകമായ സമയങ്ങളെ എടുത്ത് സത്യം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ അവന്റെ ഖുർആനിലൂടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഏത് നിലക്ക് നോക്കിയാലും പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സമയങ്ങളെ സംബന്ധിച്ചിങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു കാണാം. ഇനി നാളെ പരലോകത്തെത്തിയാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനേറെ ഭയപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മുടെ മനസ്സിലേക്ക് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിൽ നിലനിർത്തുവാൻ വേണ്ട ശൈലിയിലാണ് പറയുന്നത്. ലാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ അർബഇൻ. ഒരടിമയുടെയും പാദം അനക്കാൻ അല്ലാഹു സമ്മതിക്കുന്നതല്ല. ഒരടിമയും വെച്ച കാല് മുന്നോട്ട് അനക്കാൻ സമ്മതിക്കുന്നതല്ല, അത് നീക്കുന്നതല്ല. ഏതുവരെ? ഹത്താ യുസ്അല അൻ അർബഇൻ, 4 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കപ്പെടാതെ. എല്ലാ ആളുകൾക്കും നാളെ മരണാനന്തരം അള്ളാഹുവിന്റെ കോടതിയിൽ അഭിമുഖീകരിക്കാനുള്ള 4 ചോദ്യങ്ങൾ അള്ളാഹു ഇപ്പോൾ തന്നെ ഔട്ടാക്കിയിരിക്കുന്നു. അവിടെ വെച്ച് മുന്നറിയിപ്പില്ലാതെ ചോദിക്കുന്നു എന്ന അനീതി അള്ളാഹു ഒരിക്കലും ചെയ്യുന്നില്ല. ഇവിടെ വെച്ചേ പറയുന്നു, ഇതായിരിക്കും എന്റെ ചോദ്യം. എന്താണ് ആ ചോദ്യത്തിൽ? വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. സമയവുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മൊത്തത്തിൽ മനുഷ്യന്റെ ആയുസ്സിനെ സംബന്ധിച്ച് മുഴുവൻ അവിടെ ചോദ്യമുണ്ട് എന്നാണ്. ആയുസ്സിനെ സംബന്ധിച്ച് ഉംർ, മനുഷ്യന്റെ ആയുഷ്കാലം, എന്തിലാണത് ചെലവഴിച്ചത്? മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാലമാണ് ഒരാളുടെ ആയുഷ്കാലം. ആ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന ചോദ്യമുണ്ട്. ആയുസ്സിന്റെ പ്രത്യേകമായ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോരത്തിളപ്പുള്ള, തുടിപ്പുള്ള, ചൈതന്യമുള്ള സമയമാണ് മനുഷ്യന്റെ യൗവനം. വഅൻ ശബാബിഹി, മനുഷ്യന്റെ യൗവനത്തെ സംബന്ധിച്ചും അള്ളാഹു അവിടെ പ്രത്യേകം ചോദിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ സമയങ്ങളുടെ പ്രത്യേകത മനുഷ്യന്റെ ജീവിതത്തിലെ, ആയുഷ്യിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എന്നർത്ഥം. കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്.
കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്. പണം എവിടുന്ന് കിട്ടി, ഏത് മാർഗത്തിൽ ചെലവഴിച്ചു, എങ്ങനെ അതുമായി ബന്ധപ്പെട്ടു എന്ന ചോദ്യം മാത്രമല്ല, ധനത്തേക്കാൾ വിലപ്പെട്ട ഒന്നാണ് മനുഷ്യന്റെ ആയുഷ്കാലം. അതിലെ ഓരോ മണിക്കൂറുകളും എന്തിനു വേണ്ടി ചെലവഴിച്ചു, ഏത് മാർഗത്തിൽ വിനിയോഗിച്ചു, എങ്ങനെ അതുമായി സമീപിച്ചു എന്ന ചോദ്യം, ആ ചോദ്യത്തിന് ക്ലിയറായ ഉത്തരം നൽകപ്പെടാതെ ഒരാളുടെയും പാദം മനക്കാൻ സമ്മതിക്കുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, നമ്മൾ ഇന്ന് ജീവിച്ച് തീർത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആയുസ്, നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ, നിമിഷങ്ങൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ, അതുപോലെ തന്നെ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു കടന്നു പോവുകയാണ്. കണക്ക് പറയേണ്ട അനുഗ്രഹമാണിത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിരിക്കുകയാണ്. സമയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് പെട്ടെന്ന് തീരുന്നു എന്നതാണ്. എത്രയും പെട്ടെന്ന് അത് അവസാനിക്കുന്നു എന്നതാണ് സമയത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ വിചാരിക്കാതെ അയ്യോ കഴിഞ്ഞു പോയല്ലോ എന്ന് വളരെ ഞെട്ടലോടുകൂടി ഓർക്കുന്ന ഒരു അനുഗ്രഹമാണ് സമയം എന്ന് പറയുന്നത്. മരണസമയത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയ ദിവസങ്ങളൊക്കെ വളരെ തുച്ഛമായ അവൻ അനുഭവപ്പെടുകയുള്ളൂ എന്നാണ്. ഒരുപാട് കാലം ജീവിച്ച മനുഷ്യനാണെങ്കിൽ പോലും മരണസമയത്ത് അവന്റെ സമയം അവന് തികഞ്ഞതായി തോന്നുകയില്ല. കുറച്ചു കാലമേ ജീവിച്ചിട്ടുള്ളൂ. അന്ത്യനാള് നേർക്ക് നേരെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന അവസരത്തിൽ മനുഷ്യന്റെ ചിന്താഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ. അവരതിനെ കണ്ണുകൊണ്ട് കാണുന്ന ആ ദിവസം ഒരു പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു പ്രദോഷത്തിലല്ലാതെ, ഒരു ദിവസമല്ലാതെ, അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അല്പമല്ലാതെ ജീവിതം ജീവിച്ച് തീർത്തിട്ടില്ല എന്ന് തോന്നുമാറ് കഴിഞ്ഞുപോയ ഇന്നലകളെ കുറിച്ച് വളരെ തുച്ഛമായിരുന്നു എന്ന തോന്നൽ അവിടെ വെച്ച് മനുഷ്യനുണ്ടാകും. എത്ര കാലം നിങ്ങൾ ഭൂമിയിൽ താമസിച്ചു എന്ന ചോദ്യത്തിന് ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിലെ അല്പം എന്നായിരിക്കും പലരുടെയും മറുപടി എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരും ശ്രദ്ധിക്കാതെ കൊന്നുകളയുന്ന ഒരു അനുഗ്രഹമാണ് സമയം എന്ന് പറയുന്നത്. സമയത്തിന് ആരും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ഒരു മീറ്റിംഗ് വിളിച്ചാൽ സമയത്തിന് ആളുകൾ എത്തുകയില്ല. ആ സമയത്തിന് എത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെയുള്ളവരെ കാത്തു നിൽക്കുമ്പോൾ നേരത്തെ എത്തിയവന്റെ സമയം അവൻ വെറുതെ നഷ്ടപ്പെടുത്തുകയാണ്. സമയം ഏറ്റവും കൂടുതൽ പാലിക്കപ്പെടാൻ കൽപ്പിക്കപ്പെട്ടവരാണ് മുസ്ലിമീങ്ങൾ. മുസ്ലിമീങ്ങളുടെ ആരാധനാ രീതികൾ തന്നെ അങ്ങനെയാണ്. നിർബന്ധമായും ഒരു മുസ്ലിം അനുഷ്ഠിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണല്ലോ നമസ്കാരം. ആ നമസ്കാരത്തെ സംബന്ധിച്ച് എന്താ അല്ലാഹു പറഞ്ഞത്? ഇന്നസ്സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ. തീർച്ചയായും നമസ്കാരം അത് വിശ്വാസികളുടെ മേൽ സമയബന്ധിതമായ ഒരു നിർബന്ധ കർമ്മമാകുന്നു. മൗഖൂത്താണ്, വഖ്തുള്ള, വഖ്ത് കൊണ്ട് ക്രമീകരിക്കപ്പെട്ട, കൃത്യനിഷ്ഠയോടുകൂടി നിർവഹിക്കേണ്ടുന്ന, ആലസ്യം ഒഴിവാക്കേണ്ടുന്ന, ജാഗ്രതയും നവോന്മേഷവും എപ്പോഴും തിളങ്ങി നിൽക്കേണ്ടുന്ന ഇബാദത്താണ് നമസ്കാരം. അതിലേറ്റവും പ്രധാനമാണ് അതിന്റെ സമയനിഷ്ഠ. ആ മുസ്ലിമീങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സമയത്തിന്റെ കാര്യത്തിൽ നിഷ്ഠയില്ലാത്തവരും. സാധാരണ ആളുകൾ 9 മണിക്കൊരു യോഗം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പറയാറ് 9:30 ആവും. കാരണം നമ്മുടെ നാട്ടിലെ തീരുമാനം അങ്ങനെയാണ്. കല്യാണത്തിന് എപ്പോഴാ നിക്കാഹ് എന്ന് ചോദിച്ചാൽ 12 മണി. 12 മണി എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയാറ് 1:30-2 മണിയാവും. എന്നാ പിന്നെ 1:30 എന്ന് പറഞ്ഞാൽ പോരെ, എന്നാ പിന്നെ 2 മണി എന്ന് പറഞ്ഞാൽ പോരെ. അല്ല, അതങ്ങനെ നമ്മുടെ സമൂഹം അങ്ങനെ ഒരു തീരുമാനം, ഒരു അലിഖിത നിയമം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഒരു നുണ പറയാ, ആദ്യം ഒരു നുണ പറയാ. എത്ര മണിക്കാ മീറ്റിംഗ്? ഒരു 9 മണിക്ക് തുടങ്ങാൻ തീരുമാനം ഉണ്ടെങ്കിൽ സംഘാടകർ പറയും 8:30. ഒരു നുണ ആദ്യം പറയാന്നുള്ള തീരുമാനമാണ്. ഇതിനാ 8:30 എന്ന് പറഞ്ഞാലേ ഈ ഉമ്മത്ത് 9-ന് എത്തുള്ളൂ, അല്ലെങ്കിൽ 9:30-ക്കെങ്കിലും എത്തുള്ളൂ. മാറണം, മാറ്റണം. മുസ്ലിമീങ്ങളുടെ സമയത്തിന് വിലയുണ്ട്. വിശ്വാസികളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. തുടങ്ങുന്ന സമയം പറയുക, സത്യം മാത്രം പറയുക, പറഞ്ഞ സമയത്ത് തുടങ്ങുക. ആ ഒരു ശീലം മുസ്ലിമീങ്ങളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം സമയത്തിന് വലിയ വില കൽപ്പിക്കുന്നവരാണ്, വില കൽപ്പിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഇത് ചോദിക്കപ്പെടുന്ന അനുഗ്രഹമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ
ഒരു നിലക്കും തിരിച്ചു കിട്ടാത്ത അനുഗ്രഹമാണത് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ബഹുമാനപ്പെട്ട ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാറുണ്ടായിരുന്നു, മാ മിൻ യൗമിൻ യൻഷഖു ഫജ്റുഹു ഇല്ലാ വഹുവ യുനാദി ബിലിസാനിൽ ഹാലി യബ്ന ആദം അന ഖൽഖുൻ ജദീദ് വഅലാ അമലിക ശഹീദ് ഫഗ്തനിംനി ഫഇന്നി ഇദാ മദൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമah. മാ മിൻ യൗമിൻ, ഏതൊരു ദിവസമായിരുന്നാലും ഏതൊരു ദിവസത്തിന്റെയും ഫജ്ർ പൊട്ടിവിടരുമ്പോൾ, ഏതൊരു ദിവസത്തിന്റെയും തുടക്കം ഫജ്റിലൂടെയാണല്ലോ. ആ പ്രഭാതം പൊട്ടിവിടരുന്ന നേരത്ത് തന്നെ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, യബ്ന ആദം, അല്ലയോ മനുഷ്യ, അന ഖൽഖുൻ ജദീദ്, ഞാനിതാ പുതിയൊരു സൃഷ്ടിയാണ്. ഓരോ ദിവസവും പുതിയൊരു സൃഷ്ടിയാണ്. ആ പുതിയ സൃഷ്ടി, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. വഅലാ അമലിക ശഹീദ്, നീ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും തിന്മകൾക്കും ഞാൻ സാക്ഷിയാണ്. ഒരു സമയം ഒരു കാര്യത്തിന് സാക്ഷിയല്ലാതെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഞാൻ നിന്റെ അമലുകൾക്ക് സാക്ഷിയാണ്. അതുകൊണ്ട് ഫഗ്തനിംനി, നീ എന്നെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കോ, നീ എന്നെ പരമാവധി ചൂഷണം ചെയ്തോളൂ. ഫഇന്നി, തീർച്ചയായും എനിക്കൊരു സ്വഭാവമുണ്ട്, ഇദാ മളൈതു, ഞാൻ കഴിഞ്ഞു കടന്നുപോയാൽ ലാ അഊദു ഇലാ യൗമിൽ ഖിയാമah, അന്ത്യനാൾ വരെ ഞാൻ പിന്നെ തിരിച്ചു വരാറില്ല. ഇത് സമയം ഓരോ പ്രഭാതവും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഒരവസ്ഥയാണ് അവനുള്ളത്. ഓരോ ദിവസവും അവന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓരോ സമയവും അവന്റെ ജീവിതത്തിന്റെ സമയങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി വീണ്ടും പറഞ്ഞത്, യബ്ന ആദം, ഏ മനുഷ്യ, ഇന്നമാ അൻത അയ്യാമുൻ മജ്മൂഅ, നീ ദിവസങ്ങളുടെ ഒരു കൂട്ടമാണ്. മനുഷ്യ, നീ ദിവസങ്ങളുടെ ഒരു കൂട്ടമാണ്. കുല്ലമാ ദഹബ യൗമുൻ, ഓരോ ദിവസവും കഴിഞ്ഞ് കടന്നു പോകുമ്പോഴൊക്കെയും ദഹബ ബഅ്ലുക, നിന്റേതായ ജീവിതത്തിന്റെ ചില ഭാഗങ്ങളാണ് പോയത്. നീ എന്ന് പറയുന്നത് പല ദിവസങ്ങൾ കൂടിയതാണ്. ആ ദിവസത്തിലെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു കടന്നു പോകുമ്പോ നിന്റെ ആയുസ്സാണ് തീർന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് പറഞ്ഞത്, വമൽ മർഉ ഇല്ലാ റാകിബുൻ ലഹ്റ ഉംരിഹി അലാ സഫരിൻ യുഫിനിഹി ബിൽ യൗമി വശഹരി യബിതു വയുൽഹി കുല്ല യൗമിൻ വലൈലത്തിൻ ബഈദൻ അനിദ് ദുനിയാ ഖരീബൻ ഇലൽ ഖബ്രി. ഓരോ മനുഷ്യനും അവന്റെ ആയുസ്സാകുന്ന വാഹനപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ വാഹനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തോളം രാവും പകലുകളും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമായി അതങ്ങനെ കൊഴിഞ്ഞു തീരുന്നു. അങ്ങനെ നേരം വെളുക്കുന്നു, രാത്രിയാകുന്നു ഓരോ ദിവസവും. ഈ ദിവസങ്ങളിലൊക്കെ നിന്റെ സ്ഥിതി എന്താണ്? നീ ബഈദൻ അനിദ് ദുനിയാ, ദുനിയാവിൽ നിന്ന് നീ അകന്നകന്നു പോവുകയാണ്. ഖരീബൻ ഇലൽ ഖബ്രി, ഖബറിലേക്ക് നീ അടുത്തടുത്ത് വരികയുമാണ്. ദുനിയാവിൽ നിനക്ക് അളന്ന് മുറിച്ച് കണക്കാക്കപ്പെട്ടിട്ടുള്ള ശ്വാസോച്ഛ്വാസമുണ്ട്. നിനക്ക് അല്ലാഹു കണക്കാക്കിയിട്ടുള്ള ദിവസങ്ങളുണ്ട്, മണിക്കൂറുകളുണ്ട്, സെക്കൻഡുകളുണ്ട്. അതോരോന്നും തുഴിഞ്ഞു പോർന്നുകൊണ്ടിരിക്കുമ്പോ ദുനിയാവിൽ നിന്നുള്ള നിന്റെ അകലം കൂടുകയാണ്. നീ ദുനിയാവിൽ നിന്ന് പുറപ്പെട്ട് എവിടേക്കാണ് നീ അടുത്തുകൊണ്ടിരിക്കുന്നത്? ഖരീബൻ ഇലൽ ഖബ്രി, ഖബറിലേക്ക് നീ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമുക്ക് അല്ലാഹു ഒരു ദിവസത്തിലെ 24 മണിക്കൂർ തന്നിട്ടുണ്ടെങ്കിൽ ആ 24 മണിക്കൂറും വിലപ്പെട്ടതാണ്. അതെന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന ചോദ്യം നാളെ പരലോകത്തുണ്ട്. ഏത് കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചു എന്ന പ്രത്യേകമായ ചോദ്യമുണ്ട്. അതേത് രൂപത്തിൽ നീ പ്രയോജനപ്പെടുത്തി എന്ന ചോദ്യമുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം സമയത്തിന് വില നമ്മൾ മനസ്സിലാക്കുന്നത് സമയം നഷ്ടപ്പെടുമ്പോഴാണ്. സമയത്തിന്റെ വിലയും മൂല്യവും പ്രാധാന്യവും ഒക്കെ അറിയലപ്പെടാ, അത് തീരുമ്പോ. ഏതൊരാൾക്കും അങ്ങനെ തന്നെയാണ്. കണ്ണ് എന്ന നിഅമത്തിന്റെ അനുഗ്രഹം മനസ്സിലാക്കൽ കണ്ണിനൊരു വേദനയോ കണ്ണിനൊരു കലക്കമോ കണ്ണിനൊരു പ്രയാസമോ സംഭവിക്കുമ്പോഴാണ്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാക്കുണ്ടല്ലോ, ആ നാവെന്ന അനുഗ്രഹത്തിന്റെ മേന്മ മനസ്സിലാകുന്നത്
ആ നാവിന്റെ ഏതെങ്കിലും ഭാഗത്തൊരു മുറിവ് തട്ടിയിട്ട് സംസാരിക്കുന്ന മധ്യേ പല്ലവിടെ കൊണ്ടുകൊണ്ട് മുറിവുണ്ടാവുകയും വേദന അനുഭവിക്കുകയും നല്ല നിലക്ക് നിഷ്പ്രയാസം സംസാരിക്കാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോ അള്ളാഹു നൽകിയ നാവെന്ന അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെ മനുഷ്യന്റെ ഏത് അനുഗ്രഹം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും നഷ്ടപ്പെടുമ്പോഴാണ് വിലയറിയാറുള്ളത്. ഇതേപോലെ തന്നെയാണ് സമയവും. ഒഴിവ് സമയം കിട്ടുമ്പോൾ വെറുതെ അങ്ങനെ വായും പൊളിച്ചിരിക്കും. ഒന്നും പഠിക്കാൻ തയ്യാറല്ല, ഒന്നും കേൾക്കാൻ തയ്യാറല്ല, ഒന്നും കണ്ടു മനസ്സിലാക്കാൻ തയ്യാറല്ല. ഒരു മജ്‌ലിസിലും പോയിരുന്നവൻ കേൾക്കാനോ പഠിക്കാനോ ചിന്തിക്കാനോ തയ്യാറല്ല. സമയം അവനില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഉള്ള സമയങ്ങളൊക്കെ ഇബ്ലീസ് അവന് പകുത്തു കൊടുത്തിരിക്കുകയാണ്. ഉള്ള സമയങ്ങളൊക്കെ ഇബ്ലീസ് അവനോട് പറഞ്ഞിരിക്കുകയാണ് താല്പര്യമുള്ള കുറെ ഭൗതിക കാര്യങ്ങൾ. ആ ഭൗതിക കാര്യങ്ങളിലേക്കൊക്കെ വല്ലാത്ത ആവേശവും നൽകുന്നു. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിച്ചുകൊണ്ടവൻ സമയവും കണ്ടെത്തുന്നു. അതേ അവസരത്തിൽ തന്റെ ദീനീയായ പ്രശ്നങ്ങൾക്ക് വേണ്ടി, തന്റെ ആഖിറത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി അള്ളാഹ് അനുഗ്രഹിച്ചു തന്നിട്ടുള്ള സമയമുണ്ടല്ലോ, ആ സമയം നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താതെ ഏത് നന്മയുടെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും എനിക്ക് സമയമില്ലെന്ന് യാതൊരു സങ്കോചവുമില്ലാതെ മറുപടിയും പറഞ്ഞുകൊണ്ട് നല്ല കാര്യങ്ങൾക്കേ എനിക്ക് സമയമില്ലാത്തതുള്ളൂ, എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് നേരമുണ്ടെന്ന് പ്രവൃത്തിപരത്തിൽ തെളിയിക്കുമാറ് എല്ലാ കാര്യങ്ങൾക്കും സമയം കണ്ടെത്തുകയും ചെയ്യുന്ന ബുദ്ധിഹീനരായ മനുഷ്യരാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കൂടുതലും വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? സമയത്തിന്റെ അനർഘത അവന് ബോധ്യപ്പെട്ടിട്ടില്ല, സമയത്തിന്റെ വില അവൻ മനസ്സിലായിട്ടില്ല. സമയം നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ ആളുകൾ ദുഃഖിക്കുകയും ആ ദുഃഖം പിന്നെ ഒരു ഫലവും ചെയ്യാതിരിക്കുന്ന രണ്ടവസ്ഥകളെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യരങ്ങനെ ദുഃഖിക്കും, ദുഃഖിക്കാതെ ഒരാളും ബാക്കിയാവുകയില്ല. നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് ദുഃഖിക്കാത്ത ഒരൊറ്റ മനുഷ്യനുമില്ല. പക്ഷേ ഏത് സമയത്ത് ദുഃഖിച്ചാലും ആ ദുഃഖത്തിനൊരു പരിഹാരമുണ്ടാകാറുണ്ട്. പക്ഷേ നഷ്ടപ്പെട്ട സമയത്തെക്കുറിച്ച് ദുഃഖം തോന്നുകയും കുറ്റബോധം തോന്നുകയും ആ കുറ്റബോധത്തിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കാൻ വേണ്ടി സമയം വെറുതെ കളഞ്ഞവന്, മണിക്കൂറുകളോളം സമയം വെറുതെ തൊലച്ച് കളഞ്ഞവന് മണിക്കൂർ പോയിട്ട് ഒരു സെക്കൻഡ് കിട്ടിയെങ്കിൽ എന്ന് ആശിക്കുന്ന നേരം വരാനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് സ്ഥലത്ത് പറയുന്നുണ്ട്. ഒന്ന്, പരലോകം കൺമുന്നിൽ കണ്ടുകൊണ്ട് ഈ ദുന്യാവിൽ നിന്ന് മനുഷ്യൻ വിട ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. അവിടെ എത്തിയിട്ടില്ല, ദുന്യാവെന്ന് പുറപ്പെടുമ്പോഴേക്കെന്ന് അവൻ ബോധ്യപ്പെടുത്തും. പഠിച്ചവൻ സമയം വെറുതെ നഷ്ടപ്പെടുത്തിയവനെ അള്ളാഹ് വെറുതെ വിടുകയില്ല. പരലോകത്ത് എത്തൊന്നും വേണ്ട, ദുന്യാവിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ ആഖിറത്തിൽ എത്തിയിട്ടില്ല. അവൻ ദുന്യാവിൽ നിന്ന് ഖുറൂജായി തുടങ്ങി, ആഖിറത്തിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടുമില്ല, ബർസഖിലേക്ക് വരെ എത്തിയിട്ടില്ല. പക്ഷേ അവൻ ആഖിറത്തിൻ്റെതായ പല കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുന്ന നേരമാണ്. അവന്റെ റൂഹിനെ കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് മലായികത്തുകൾ അവന്റെ കണ്ണെത്തുന്ന ദൂരത്ത് മുഴുവൻ നിറഞ്ഞതായി അവന് കാണുന്നു. ഇതുവരെ കേട്ടിട്ടില്ലാത്ത മലായികത്തിന്റെ ശബ്ദം അവൻ കേൾക്കുകയായി. അങ്ങനെ ദുന്യാവിൽ നിന്ന് മനുഷ്യൻ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ, ഓരോ മനുഷ്യന്റെയും അന്തിമ നിമിഷങ്ങൾ, പരലോകത്തെ ഇങ്ങനെ കണ്ടുകൊണ്ട് ദുന്യാവിൽ നിന്ന് വേർപിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസാന സമയങ്ങളിൽ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയ സമയത്തെക്കുറിച്ച് അതൊന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി യാചിക്കുന്നതാണ്. അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്, വിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങളെ അശ്രദ്ധരാക്കാതിരിക്കട്ടെ. അൻ ദിക്രില്ലാഹി, അല്ലാഹുവിനെ കുറിച്ചുള്ള ശരിയായ ഓർമ്മയില്ലെന്ന്, പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ഓർമ്മയില്ലെന്ന്, ആ ഓർമ്മയെ പുഷ്ടിപ്പെടുത്താൻ, ആ ഓർമ്മ തന്റെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കാൻ വേണ്ട ഉപദേശങ്ങൾ കേൾക്കാൻ, ആ ഓർമ്മ തന്റെ മനസ്സിൽ പ്രവൃത്തിപഥത്തിൽ തെളിഞ്ഞു കാറുമാറ് കാര്യങ്ങൾ പഠിക്കാൻ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ, കാര്യങ്ങൾ പ്രത്യേകമായി ഗ്രഹിക്കാൻ വേണ്ടി ആ സമയങ്ങൾ ഉപയോഗപ്പെടുത്താതെ നിങ്ങളുടെ മക്കളുടെയും ധനത്തിന്റെയും കാര്യത്തിന് വേണ്ടി മാത്രം നെട്ടോട്ടമോടിയിട്ട് സമയത്തെ വെറുതെ നഷ്ടപ്പെടുത്തരുതേ. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ശരിയായ സ്മരണക്ക് പോഷണം നൽകുമാറ് ഉപയോഗപ്പെടുത്തേണ്ട നേരങ്ങൾ ഉപയോഗപ്പെടുത്താതെ അശ്രദ്ധയിലായി കഴിയരുത് വിശ്വാസികളെ. വമയ്യഫ്അൽ ദാലിക, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്ന പക്ഷം, അഥവാ മക്കളുടെയും ധനത്തിന്റെയും കാര്യം മാത്രം ചിന്തിച്ചു,
ധനമുണ്ടാക്കണം എന്ന കാര്യത്തിന് വേണ്ടി മാത്രം സമയം കണ്ടു. തന്റെ മക്കളെ പോറ്റണം, കുടുംബത്തെ പോറ്റണം, ആ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമയം കണ്ടു. തന്റെ പരലോക മോക്ഷത്തിന് വേണ്ടി ആവശ്യമായ നിദാനമായ ദിക്റുള്ളക്ക് വേണ്ട പോഷണങ്ങൾ നൽകാൻ, ആവശ്യമായ ഇൽമു നേടാൻ, അതിനെക്കുറിച്ചറിയാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ സമയം കണ്ടെത്താതെ അശ്രദ്ധയിലായി പോയിട്ടുണ്ടെങ്കിൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, അത്തരക്കാര് തന്നെയാണ് പരാജയപ്പെട്ടവർ, നഷ്ടകാരികൾ. അതുകൊണ്ട് അല്ലാഹു ആവശ്യപ്പെടുന്നു, വഅൻഫിഖൂ, ജനങ്ങളെ നിങ്ങൾ ചെലവഴിച്ചോ, മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന്, മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗതു, നിങ്ങളിൽ ഒരാൾക്ക് മരണം വന്നെത്തുന്നതിന്റെ മുമ്പേ ചെലവഴിച്ചോളൂ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. ആ അവസരത്തിലെത്തുമ്പോ ഫയഖൂൽ, മനുഷ്യൻ പറഞ്ഞു പോകും, റബ്ബി, എന്റെ രക്ഷിതാവേ, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. എന്റെ റബ്ബേ, നീ എന്നെ ഒരടുത്ത അവധി വരേക്ക് ഒന്ന് പിന്തിക്കാമോ? മണിക്കൂറുകളും ആഴ്ചകളും മാസങ്ങളും മുമ്പിലുണ്ടായിട്ടും അല്ലാഹുവിന്റെ ദീനൊന്ന് കേൾക്കടോ, റബ്ബിന്റെ ഖുർആൻ ഒന്ന് പഠിക്കടോ, റസൂലുള്ളാഹിയുടെ വചനങ്ങളെ കുറിച്ചൊന്ന് കേൾക്കാൻ വായോ, ദീനിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്ന് മനസ്സിലാക്കൂ, നിന്റെ ആത്മാവിന്റെ പരിപോഷണത്തിന് ആവശ്യമായ മേഖലകളിലേക്കൊന്ന് കടന്നു വരൂ എന്നാവശ്യപ്പെട്ടപ്പോ എനിക്ക് ബിസിയാണ്, തിരക്കാണ്, മാലിന് വേണ്ടി, ഔലാദിന് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ ആ മേഖലയിലേക്ക് ശ്രദ്ധിക്കാതെ ജീവിത്ത മനുഷ്യനിപ്പോ മണിക്കൂറുകൾ കിട്ടണമെന്ന് മോഹമില്ല, ആഴ്ചകൾ കിട്ടണമെന്ന് മോഹമില്ല, വർഷങ്ങൾ കിട്ടണമെന്നും മോഹമില്ല. അന്തിമമായ മോഹം എന്തിനാണെന്നോ, ഒരടുത്ത അവധി വരേക്കൊന്ന് പിന്തിക്കാമോ എങ്കിൽ ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ ധർമ്മം ചെയ്തു കൊള്ളാം, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞാനായിക്കൊള്ളാം. അല്ലാഹുവിന്റെ മറുപടി എന്താ? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ, ഒരാത്മാവിനെയും അല്ലാഹു പിന്തിക്കുന്നതല്ല, ഇദാ ജാഅ അജലുഹാ, അതിന്റെ അവധി അങ്ങ് എത്തിക്കഴിഞ്ഞാൽ. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു നിങ്ങൾക്ക് നന്നായി സൂക്ഷ്മമായി പറഞ്ഞു തരുന്നവൻ തന്നെ. അപ്പൊ മരണ നേരത്തുള്ള സ്ഥിതി അത് നമ്മൾ ഈ ആയത്തിനെ ഓതുമ്പോൾ വിചാരിക്കും അത് അബൂജഹലിനെ പറ്റിയാവും, അത് അബ്ദുല്ലാഹിബ്നു ഉബയ്യബ്നു സലൂൽ എന്ന് പറഞ്ഞിട്ടൊരു മുനാഫിഖിന്റെ നേതാവ് ഉണ്ടായിരുന്നു, അയാളെ പറ്റിയാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരെ പറ്റിയാവും. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, ഈ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു ആരെയാ വിളിച്ചത്? യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ എന്ന് സ്നേഹത്തോടെ വിളിച്ചുകൊണ്ടാ പറയുന്നത്. സ്നേഹത്തോടെയുള്ള തമ്പുരാന്റെ വിളിയെ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റുന്നവൻ മരണനേരം മുതൽക്കേ അനുഭവിച്ചു തുടങ്ങുമെന്നാണ് ഈ ആയത്തിലൂടെ റബ്ബ് വ്യക്തമാക്കുന്നത്. പരലോകത്തെത്തണ്ട, ഖബറിൽ എത്തണ്ട, ദുന്യാവെന്ന് നിന്റെ കുടുംബത്തിന്റെ ഇടയിൽ നിന്ന് നീ കിടന്ന് മരിക്കുമ്പോ, ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുമ്പോ കുടുംബങ്ങൾ മുഴുവൻ നോക്കുകയാണ് ആരുണ്ടെന്ന് ചികിത്സിക്കാൻ. മനുഷ്യന്റെ കണങ്കാലികൾ കൂട്ടിപ്പിടിയുന്ന ദിവസം, ആരുണ്ടെന്ന് രക്ഷപ്പെടുത്താൻ എന്ന് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും വേവലാതിപ്പെടുന്ന ദിവസം, മനുഷ്യൻ അപ്പോൾ ചിന്തിക്കുന്നത് എനിക്ക് പണം വേണം റബ്ബേ എന്നല്ല, എനിക്ക് ദുനിയാവിലെ സൗകര്യങ്ങൾ വേണം എന്നല്ല, നഷ്ടപ്പെടുത്തിയ ഒരുപാട് സമയങ്ങളുണ്ട്, ആ സമയങ്ങൾ ഒന്നുകൂടി എനിക്കൊന്ന് മടക്കിത്തരാമോ? അതാണല്ലോ ഈ ആശയുടെ ഉദ്ദേശം. ഇലാജലിൻ ഖരീബ്, ഒരടുത്ത അവധി എന്ന് ചോദിക്കുന്നത് സമയമാണ്. എനിക്കൊന്നുകൂടി ഒരു സമയം തന്നാലും, എനിക്കൊന്നുകൂടി ഒരു സമയം തരാമോ എങ്കിൽ ഞാൻ നല്ല രൂപത്തിൽ ആ സമയങ്ങളൊക്കെ വിനിയോഗിക്കാം, നിനക്ക് തൃപ്തിപ്പെട്ട നിലക്ക് ഞാൻ ജീവിച്ചുകൊള്ളാം. അല്ലാഹുവിന്റെ മറുപടി സാധ്യമല്ല. അപ്പൊ ദുന്യാവിലെ നിരാശ കണ്ടു കേട്ടുകൊണ്ടാണ് അവൻ മരിച്ചു പോകുന്നത്. ഇനി മരിച്ചു ചെന്നാലോ, ആഖിറത്തിലെത്തിയാലും ഈ കൊതിക്ക് മാറ്റമില്ല. മരണാനന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങളൊക്കെ അവിടെ വിചാരണക്കെടുത്തു. സ്വർഗത്തിലേക്ക് പോകുന്ന കക്ഷികൾ സന്തോഷത്തോടുകൂടി പ്രസന്നവദനരായി സ്വർഗത്തിലേക്ക് പോയി. നരകത്തിലേക്ക് വീഴ്ത്തപ്പെടേണ്ടുന്ന ദൗർഭാഗ്യവാന്മാർ, അല്ലാഹു നമ്മെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ, അവരും ആ നരകത്തിയിലേക്ക് പതിച്ചു കഴിഞ്ഞു. ആ നരകത്തിയിലെത്തിയിട്ട് അവിടെ വെച്ച് പോലും മനുഷ്യന്റെ ആശ റബ്ബ് പറയുന്നു, വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു
ولا يخفف عنهم من عذابها كذلك نجزي كل كفور وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير. സൂറത്ത് ഫാത്തിറിലെ വചനങ്ങളാണ്. വല്ലദീന കഫറു, നിഷേധികളായ ആളുകൾ, ലഹും അവർക്ക് കിട്ടാനുള്ളത് നാറു ജഹന്നം, കത്തിയാളുന്ന നരകത്തീയാണ് നിഷേധികൾക്ക് കിട്ടാനുള്ളത്. അവരതിൽ എത്തിപ്പെട്ടു. ആ നരകത്തിയിൽ എത്തിപ്പെട്ടാലുള്ള സ്ഥിതി എന്താണ്? ലാ യുഖ്ദാ അലൈഹിം, പിന്നെ അവരുടെ മേൽ മരണം വിധിക്കപ്പെടുന്നതല്ല. ഫയമൂതു, എങ്കിൽ അവർക്ക് മരിച്ചു പോകാമായിരുന്നു. നരകത്തിൽ അങ്ങിട്ട് കരിഞ്ഞു പുറ്റായി അങ്ങ് മരിച്ചു പോയിരുന്നുവെങ്കിൽ എല്ലാം കഴിയുമായിരുന്നു. പക്ഷേ അവിടെ മരണമില്ലല്ലോ, അനുഭവിക്കണമല്ലോ. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, ഇനി മരണമില്ലെങ്കിൽ ഉള്ള ശിക്ഷയ്ക്ക് എന്തെങ്കിലും ഒരു ഇളവ് നൽകപ്പെട്ടാലും മതിയായിരുന്നു. അതും അവിടെ നൽകപ്പെടുന്നില്ല. വലാ യുഖഫഫു അൻഹും, അവർക്ക് ഇളവ് നൽകപ്പെടുന്നില്ല, ലഘൂകരണം നൽകപ്പെടുന്നില്ല. മിൻ അദാബിഹാ, ആ ജഹന്നമിന്റെ ശിക്ഷയിൽ നിന്ന്. കദാലിക നജ്സി കുല്ല കഫൂർ, നന്ദി കെട്ടവരായ എല്ലാ ആളുകൾക്കും ഇപ്രകാരമത്രേ നാം പ്രതിഫലം നൽകുന്നത്. പടച്ചതമ്പുരാന്റെ നിഅമത്തുകൾ കിട്ടിയിട്ട് ആ നിഅമത്തുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശക്കൂറുകളാകുന്നതിന് പകരം, അങ്ങേയറ്റത്തെ ശുക്റുള്ളവരാകുന്നതിന് പകരം കഫൂറുകളായി മാറിയ പടച്ചതമ്പുരാന്റെ നിഅമത്തുകളോട് കുഫ്രാൻ മനസ്ഥിതി കാണിച്ചുകൊണ്ട് നിഷേധ രൂപത്തിൽ പെരുമാറിയിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ നാം പ്രതിഫലം കൊടുക്കുന്നത് ഇങ്ങനെയത്രേ. എന്നിട്ട് അവരുടെ സ്വഭാവം പറയുന്നു. വഹും യസ്തരിഖൂന ഫീഹാ, ആ നരകത്തിയിൽ കിടന്നുകൊണ്ടവർ അട്ടഹസിക്കുന്നു. സ്വറഹ എന്ന് പറഞ്ഞാൽ തന്നെ അട്ടഹാസമാണ്. ഈ സ്വറഹ എന്ന് പറയുമ്പോ ഗൗരവത്തോടുകൂടി അവരതിൽ കിടന്നുകൊണ്ട് അട്ടഹസിക്കുകയാണ്. അട്ടഹസിക്കുമ്പോ അവർക്കൊരപേക്ഷയും അല്ലാഹുവിനോട് പറയാനുണ്ട്. എന്ത് പറഞ്ഞുകൊണ്ടാണ് അവർ നിലവിളിക്കുന്നത്? കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്, ആർത്തട്ടഹസിക്കുന്നുണ്ട്. എന്താണ് അവർ അട്ടഹസിച്ചുകൊണ്ട് റബ്ബിനോട് ചോദിക്കുന്നത്? റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്നാ, കുറച്ച് സമയത്തേക്കൊന്ന് പുറത്താക്കാമോ, ഇതിൽ നിന്നൊന്ന് പുറത്തേക്കെടുക്കാമോ, എങ്കിൽ നഅമൽ സ്വാലിഹാ, ഞങ്ങൾ നല്ല നല്ല അമലുകളൊക്കെ ചെയ്തോളാം. എങ്ങനത്തെ? ഗൈറല്ലദീ കുന്നാ നഅമൽ, നീ അവസരം തന്നിട്ടും ദുനിയാവിൽ ഒഴിവ് സമയം തന്നിട്ടും ഒരുപാട് കാലം ഞാൻ ദുനിയാവിൽ ആരോഗ്യത്തോടുകൂടെ ജീവിച്ചവനാണ്. ഒരുപാട് കാലം നിന്റെ സമ്പത്ത് ഉപയോഗപ്പെടുത്തി ജീവിച്ചവനാണ്. ഒരുപാട് കാലം നിന്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചും ആസ്വദിച്ചും കൊണ്ട് ഞാൻ കഴിഞ്ഞവനാണ്. അന്നതൊന്നും ചിന്തിച്ചില്ല. അന്നത് പറഞ്ഞവരോട് എനിക്ക് പുച്ഛമായിരുന്നു, അത് പറഞ്ഞവരോട് എനിക്ക് വെറുപ്പായിരുന്നു. ഇന്നെനിക്ക് ബോധ്യമായല്ലോ, എന്റെ സമയങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അമലുകൾ ചെയ്തുകൊണ്ട് എനിക്ക് മുതൽ കൂട്ടാക്കാമായിരുന്ന നേരങ്ങളൊക്കെ കഴിഞ്ഞു പോയല്ലോ. ഒരു പടക്കം എനിക്ക് തരാമോ? ഇത്തിരി സമയം മതി റബ്ബേ, ഞാനത് നിനക്ക് തിരിച്ചു തന്നുകൊള്ളാം ധാരാളം അമലുകളിലൂടെ. ഇതാവശ്യപ്പെടുമ്പോ അല്ലാഹുവിന്റെ ചോദ്യം ആയുസ്സിന് വേണ്ടിയുള്ള തേട്ടമാണ്. ആ തേട്ടം എന്നത് മനസ്സിലാക്കി തരുന്നു ഖുർആനിന്റെ അടുത്ത വാചകം. ആയുസ് കിട്ടാനാണ് അവന്റെ ചോദ്യം, സമയം കിട്ടാനാണ് അവൻ ചോദിക്കുന്നത് എന്നതിന് തെളിവെന്താ? പടച്ചവന്റെ മറുപടി നോക്കൂ നിങ്ങൾ. ഇങ്ങനെ ചോദിക്കുന്ന ആളുകളോട് അല്ലാഹുവിന്റെ ചോദ്യം, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. എടോ മനുഷ്യരെ, അവലം നുഅമ്മിർകും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലയോ? അലം നുഅമ്മിർകും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലയോ? ഞാൻ നിങ്ങൾക്ക് സമയം നൽകിയിരുന്നില്ലയോ? എത്രത്തോളം ഞാൻ നിങ്ങൾക്ക് ആയുസ്സും സമയവും നൽകി. മാ യതദക്കറു ഫീഹി മൻ തദക്കറ, ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ തയ്യാറുള്ളവർക്ക്, ചിന്തിക്കാനും പഠിക്കാനും ഗ്രഹിക്കാനും പ്രവർത്തിക്കാനും, ഇനി അബദ്ധം പറ്റിപ്പോയെങ്കിൽ പശ്ചാത്തപിക്കാനുമൊക്കെ അവസരം കിട്ടുമാറ് ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലേ?
ഞാൻ നിങ്ങളെ വെറുതെ അങ്ങ് നരകത്തിലിട്ടതല്ലോ, ഞാൻ നിങ്ങൾക്ക് ആയുസ് കണ്ടമാനം തന്നിരുന്നില്ലേ? ആ ആയുസ്സും നൽകിയിട്ട് നിങ്ങളെ ഞാൻ അനാഥമായി ഭൂമിയിലേക്ക് വിട്ടതല്ല. നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരുന്ന രാപ്പകലുകളെ നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് നിങ്ങളെ ഗ്രഹിപ്പിക്കാനും പഠിപ്പിക്കാനും വജാഅകുമുൻ നദീർ, ശക്തമായ മുന്നറിയിപ്പുകാരും നിങ്ങൾക്ക് വന്നിരുന്നല്ലോ. സമയം ഉപയോഗപ്പെടുത്തിക്കോ. അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് സമയം, പടച്ചവന്റെ നിഅമത്താണ് രാവും പകലുമൊക്കെ. ആ സമയങ്ങളെ വൃഥാവിലാക്കരുത്. നിന്റെ ആഖിറത്തിന് വേണ്ടി മുതലാക്കിക്കോ, നിന്റെ ആഖിറത്തിന് വേണ്ടി നീ ഉപയോഗപ്പെടുത്തിക്കോ. ഫഗ്തനിംനീ, നീ എന്നെ ചൂഷണം ചെയ്തോ. ഫഇന്നീ ഇദാ മളൈതു, ഞാൻ പോയാൽ പിന്നെ ലാ അഊദു, നിന്നിലേക്ക് പിന്നെ തിരിച്ചു വരുന്നതല്ല എന്നൊക്കെ മുന്നറിയിപ്പ് തരാൻ വേണ്ടി ആളുകൾ വന്നിരുന്നില്ലയോ? എന്നിട്ട് നിങ്ങളത് ഉപയോഗപ്പെടുത്താതെ വെറുതെ സമയം കളഞ്ഞവരാണ്. അതുകൊണ്ട് ഇവിടെ വിലപിച്ചിട്ട് കാര്യമില്ല. ഫദൂഖൂ, നിങ്ങൾ ആസ്വദിച്ചോളൂ, അനുഭവിച്ചോളൂ നന്ദികേടിന്റെ ഫലം. ഫമാലിൽ ളാലിമീന മിൻ നസീർ, ഈ രൂപത്തിൽ പടച്ചവനോട് ദുൽമ ചെയ്തിട്ടുള്ള ളാലിമീങ്ങൾക്ക് ഒരു സഹായിയെയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനില്ല. അപ്പൊ പടച്ചവന്റെ മുമ്പിൽ ഒരു ഒഴികഴിവ് പറയാനുള്ള സർവ്വ പഴുതുകളും അടക്കപ്പെട്ടു എന്നർത്ഥം. അള്ളാഹുടെ മുമ്പിൽ പറയാൻ പറ്റൂല, എനിക്ക് നേരം തന്നോ, ഈ വെറുതെ പിടിച്ച് നരകത്തിലിട്ടതല്ലേ, പറയാൻ നാക്ക് വന്നില്ല. അതിന് അവസരമുണ്ടായിട്ട് വേണ്ടേ പറയാൻ? അതിന് കഴിയില്ല. കാരണം എന്താ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ധാരാളം അവസരം നൽകിയിട്ടുണ്ടെന്നാ. മിനിമം ഒരു 60 കൊല്ലെങ്കിലും നൽകിയവന്, മിനിമം ഒരു 60 കൊല്ലെങ്കിലും ശരാശരി ആയുസ്സൊരു മനുഷ്യന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും അവൻ ഒഴികഴി പറയാൻ കഴിയാത്ത വിധത്തിൽ അള്ളാഹു ഓരോരുത്തർക്കും കണക്കാക്കി ആയുസ്സങ്ങ് നൽകുന്നു. ഇമാം ബുഖാരി എവിടുത്തെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അഅ്ദറല്ലാഹു ഇലംരിഇൻ അംഹലഹു ഹത്താ ബലഗ 60 ആമാ. ഓരോ മനുഷ്യരിലേക്കും അള്ളാഹു അതാ ഒഴികഴി പറയാനില്ലാത്ത വിധം അവന് സമയം നീട്ടിക്കൊടുക്കുന്നു. ഹത്താ ബലഗ 60 ആമാ, ഒരു 60 കൊല്ലം വരെയൊക്കെ ശരാശരി മനുഷ്യന്മാര് ജീവിക്കുന്നില്ലേ? പോരേന്ന് ആയോദിക്കുന്നത് അല്ലാഹു, പോരേന്ന്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70, എന്റെ ഉമ്മത്തിന്റെ ശരാശരി ആയുഷ്കാലം 60-ന്റെയും 70-ന്റെയും ഇടക്കാണ്. അതിലപ്പുറം കിട്ടുന്നുവെങ്കിൽ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി എന്നാ പറയുന്നത്. അതിനിടയിൽ തന്നെ ഉപയോഗപ്പെടുത്തേണ്ടവർക്ക് ഉപയോഗപ്പെടുത്തിക്കൂടെ, പ്രവർത്തിക്കേണ്ടവർക്ക് പ്രവർത്തിച്ചൂടെ, അബദ്ധം സംഭവിച്ചെങ്കിൽ പശ്ചാത്തപിച്ചൂടെ? അതാണ് അല്ലാഹു ചോദിക്കുന്നത്. അവലം നുഅമ്മിർക്കും, ഞാൻ നിങ്ങൾക്ക് ആയുസ് തന്നിരുന്നില്ലയോ? എത്രത്തോളം തന്നു? മാ യതദക്കറു ഫീഹി മൻ തദക്കറ, ആലോചിക്കാനും പഠിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും പോരായ്മകൾ ഉണ്ടെങ്കിൽ നികത്താനും ഒക്കെ കഴിയുമാറ് നിങ്ങൾക്ക് സൗകര്യങ്ങളും സമയങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടാണല്ലോ നിങ്ങളെ അവിടെ പാർപ്പിച്ചത്. അത് നിങ്ങൾ അന്ന് സ്വീകരിച്ചില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഇവിടെ ഇനി നിങ്ങൾക്കൊരു മടക്കത്തിന് ചാൻസ് ഇല്ല എന്നാണ് അല്ലാഹു പറയുന്നത്. പക്ഷേ മനുഷ്യൻ ദുഃഖിക്കുകയും ദുഃഖിച്ചുകൊണ്ട് കാര്യങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ആരായുകയും ചെയ്യുന്ന സമയം എത്തുമ്പോഴേക്ക് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കും എന്നാണ് അല്ലാഹു ഇവിടെ വെച്ച് തന്നെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് എന്ത് വേണം? എന്താ നമ്മുടെ ബാധ്യത? സമയത്തോടുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധനത്തേക്കാൾ സമയത്തെ സംരക്ഷിക്കണം, ഉപയോഗപ്പെടുത്തണം. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. ഒരു താബിഈ പണ്ഡിതൻ പറയുകയാണ്, അദ്റക്തു അഖ്വാമൻ കാനൂ അലാ ഔഖാതിഹിം അശദ്ദ മിൻകും ഹിർസൻ അലാ ദറാഹിമിക്കും വദനാനീരിക്കും. ഞാൻ കുറെ ആളുകളെ കണ്ടെത്തു. സഹാബിമാരെ കുറിച്ച് പറയുകയാണ് അദ്ദേഹം. സഹാബിമാര് അവരുടെ സമയത്തെക്കുറിച്ച് ഏറെ ശ്രദ്ധയുള്ളവരായിരുന്നു. നിങ്ങളിൽ ഒരാൾ ദിർഹമിനോടും ദീനാറിനോടും കാണിക്കുന്ന ആർത്തിയേക്കാൾ, നിങ്ങളിൽ ഒരാൾ ഈ കാലഘട്ടത്തിൽ ദീനാറിനോടും ദിർഹമിനോടും കാണിക്കുന്ന ആർത്തിയേക്കാൾ റസൂലുള്ളാഹിയിൽ നിന്ന് ദീന് കേട്ട് പഠിക്കാൻ ഭാഗ്യം ലഭിച്ച സഹാബിമാര് സമയത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധാലുക്കളായിരുന്നു. സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ നദിംതു അലാ ശൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ശംസുഹു നഖസ ഫീഹി അജലി വലം യസിദ് ഫീഹി അമലി. ഒരു ദിവസത്തെക്കുറിച്ചും ഞാൻ ഖേദിച്ചിട്ടില്ല. ഏതുപോലെ? ഒരു ദിവസം എനിക്ക് കഴിഞ്ഞു പോകുന്നു, ആ ദിവസം കഴിഞ്ഞു പോകുമ്പോൾ നഖസ ഫീഹി അജലി, അല്ലാഹു എനിക്ക് ഭൗതികമായ ലോകത്ത് കണക്കാക്കിയ
അവധി അതോടുകൂടി ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. പക്ഷേ വലം യസിദ് ഫീഹി അമലി, അന്നത്തെ ദിവസം എനിക്ക് ഒരു അമലും എന്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ലെങ്കിൽ അതിനേക്കാൾ എനിക്ക് ഖേദമുള്ള മറ്റൊരു സംഗതിയില്ല എന്ന്, സമയം നഷ്ടപ്പെട്ടതുപോലെ ദുഃഖിക്കുന്ന ഒരു കാര്യം എനിക്കുണ്ടായിട്ടില്ല എന്ന് റസൂലുള്ളാഹിയിൽ നിന്ന് ദീന് കേട്ട് പഠിച്ച അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അതാണ് അതിന്റെ ആശയം. എന്ത്? ഇദാ മർറ ബി യൗമുൻ വലം അഖ്തബിസ് ഹുദൻ വലം അസ്തഫിദ് ഇൽമൻ ഫമാദാക മിൻ ഉംരി, എനിക്കൊരു ദിവസം കഴിഞ്ഞ് കടന്നുപോയാൽ പടച്ച തമ്പുരാന്റെ അടുക്കൽ പ്രയോജനപ്പെടുമാറ് ഹിദായത്തിന്റെ ഒരു കൈത്തിരിയും ഒരു ദിവസവും എനിക്ക് കത്തിച്ചെടുക്കാനും സ്വീകരിക്കാനും സാധിച്ചിട്ടില്ലെങ്കിൽ ഫമാദാക മിൻ ഉംരി, അക്കഴിഞ്ഞു പോയത് എന്റെ ആയുസ്സല്ലാതെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഞാൻ കണക്കാക്കേണ്ടത്. അതാ സ്വഹാബത്തിന്റെ ചിന്താഗതി. ഒരു സമയം അത് പരമാവധി എനിക്ക് ഉപയോഗപ്പെടണം. എവിടെ? ആഖിറത്തിൽ പ്രയോജനപ്പെടണം. ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനപ്പെടുത്തുന്ന നിലക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയവരാണ് സഹാബിമാർ. അങ്ങനെയാണ് അവർ അള്ളാഹുവിന്റെ മഹത്തുക്കളായി മാറിയത്. അതുകൊണ്ടാണ് അവരെ കുറിച്ച് അല്ലാഹു റളിയല്ലാഹു അൻഹും എന്ന് പറഞ്ഞത്, അള്ളാഹ് അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. അതുകൊണ്ട് സമയം കൊല്ലാൻ വേണ്ടി വെമ്പുന്ന പരിപാടി ഒന്ന് അവസാനിപ്പിക്കണം. നമ്മൾ പറയും, എന്താ നിങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത് ചോദിച്ചാൽ പറയും, വെറുതെ ടൈം പാസ്. ടൈം പാസിനാണ് നാം പറയുന്നത്. ചെസ് കളിക്കുന്നു, കാർഡ് കളിക്കുന്നു, എല്ലാ രൂപത്തിൽ വെറുക്കപ്പെട്ടതും അല്ലാത്തതും അനുവദിക്കപ്പെട്ടതും അല്ലാത്തതുമായ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്രസക്തമായ കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സമയം തള്ളി നീക്കുന്നു. കണ്ടിട്ടില്ലേ നമ്മുടെ മനുഷ്യന്മാര്? ഇപ്പോഴിതാ രാഷ്ട്രീയത്തിന്റെ ജ്വരം ഏറ്റവും കൂടുതൽ ചൂടുപിടിച്ച സമയമാണ്. എല്ലാ ആളുകൾക്കും വാദോരാതെ സംസാരിക്കാൻ ഇപ്പൊ നേരമുണ്ട്. വിവിധ കക്ഷികളെ പിൻബലത്തെ സംബന്ധിച്ച്, ഓരോ മണ്ഡലങ്ങളിലും കിട്ടുന്ന വോട്ടുകളെ സംബന്ധിച്ച് ഭാവി പ്രവചിക്കുന്ന പ്രവാചകന്മാര്, അതിനുവേണ്ടി സമയം കൊല്ലുന്നവർ, എത്ര മീഡിയകൾ ഉണ്ടെങ്കിൽ ആ മീഡിയകളുടെ മുമ്പിൽ മണിക്കൂറുകളോളം സമയം കൊല്ലുന്നവർ, മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന വാർത്തകൾ ശ്രവിക്കാൻ വേണ്ടി നേരം കാണുന്നവർ, മണിക്കൂറുകളോളം പത്രത്താളുകൾ അരിച്ച് പെറുക്കി വായിക്കുന്നവർ, ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും പത്രങ്ങൾ മാറി മാറി വായിക്കാൻ സമയം കാണുന്നവർ, വിവിധ ചാനലുകൾക്ക് മുമ്പിൽ മണിക്കൂറുകളോളം ഇരിക്കാൻ സമയമുള്ളവർ, ഇഷ്ടപ്പെട്ട നോവലുകൾ അതെത്ര വലിയ കാളമൂത്ര ലേഖനമാണെങ്കിലും മണിക്കൂറുകളോളം ആ നോവൽ കയ്യിൽ നിന്ന് വെക്കാതെ വായിച്ചു തീർക്കാൻ, അത് ഡിറ്റക്റ്റീവ് നോവലുകളോ പ്രേമകഥകളോ ആണെങ്കിൽ വിശേഷിച്ചും സമയം കണ്ടെത്തുന്ന ആളുകൾ, തുടർക്കഥകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സീരിയലുകൾക്ക് വേണ്ടി നേരം കളയുന്ന ആളുകൾ, അങ്ങനെ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ടൈം പാസിന് വേണ്ടി അവരവർക്ക് വേണ്ടുന്ന എല്ലാ വിനോദങ്ങളിലും ഏർപ്പെടുന്നു. ക്ലബ്ബുകളിൽ സമയം കളയുന്നു. പാർക്കുകളിലും അതേപോലെയുള്ള വ്യത്യസ്തങ്ങളായ മേഖലകളിലൂടെ ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ചുകൊണ്ട് സമയത്തെ അങ്ങ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരവസ്ഥ വരുന്നതിന്റെ മുമ്പ് മനുഷ്യന്മാര് ചിന്തിക്കണം, അങ്ങനെ ഒരവസ്ഥ എനിക്കുണ്ടാവരുത്. കാരണം എനിക്ക് അല്ലാഹ് തന്നതാണ് സമയം. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തനിക്ക് സമയമുണ്ടെങ്കിൽ അത് എനിക്ക് അല്ലാഹ് തന്നതാണ്. ഒരു നേരം ഒന്ന് ഇരിക്കാൻ കഴിയാതെ, സമാധാനത്തോടുകൂടി ഒന്നുറങ്ങാൻ കഴിയാതെ, മനോരോഗത്തിന് അടിമപ്പെട്ട എത്രയോ ആളുകളെ നമ്മൾ കാണുന്നു, പ്രയാസപ്പെട്ട എത്രയോ ആളുകളെ നമ്മൾ കാണുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിനക്ക് കിട്ടുന്ന സുഖങ്ങളൊന്നും എന്നും നിലനിൽക്കുമെന്ന് വിചാരിക്കരുത്. എല്ലാം നഷ്ടപ്പെടാനുള്ളതാണ്. ഭൗതിക ലോകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുഖങ്ങൾക്കും ഒരു ഡേറ്റ് ഉണ്ട്, ഒരു അവധിയുണ്ട്. ആ അവധി എത്തുമ്പോൾ എല്ലാ സുഖങ്ങളും മുറിഞ്ഞു പോകും. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇഗ്തനിം, നീ പരമാവധി ചൂഷണം ചെയ്തോ, നീ ഉപയോഗപ്പെടുത്തിക്കോ, നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തിക്കോ രോഗം വരുന്നതിന്റെ മുമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിന്റെ യൗവനത്തെ ഉപയോഗപ്പെടുത്തിക്കോ വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ്. പണമുള്ള അവസ്ഥയെ ഉപയോഗപ്പെടുത്തിക്കോ ദാരിദ്ര്യം വരുന്നതിന്റെ മുമ്പ്. നല്ല സമയത്തെ നീ ഉപയോഗപ്പെടുത്തിക്കോ, നിന്റെ ഒഴിവ് സമയത്തെ നീ ഉപയോഗപ്പെടുത്തിക്കോ, നിനക്ക് തിരക്കുള്ള സമയം വരുന്നതിന്റെ മുമ്പ്. നിനക്ക് തിരക്കുള്ള അവസരങ്ങൾ വരാനിരിക്കുന്നു. അതുകൊണ്ട് തിരക്ക് വരുന്നതിന്റെ മുമ്പേ കിട്ടുന്ന സമയം ഉപയോഗിച്ചോളൂ. നാളത്തെ നിന്റെ സമയം നിനക്ക് തിരക്കാകുമോ ഇല്ലേ എന്ന് നിനക്കറിഞ്ഞുകൂടാ. എല്ലാ തിരക്കുകളും തീരും മരണം സമയത്ത്. അപ്പോൾ ഈ സമയത്തിന് വേണ്ടി യാചിക്കുമെന്നും അല്ലാഹു തആല പറഞ്ഞതാണ്. അതുകൊണ്ട് കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്താനാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്.
അതുകൊണ്ട് എന്ത് വേണം? കിട്ടുന്ന സമയമൊക്കെ നന്മയിലേക്ക് ഉപയോഗപ്പെടുത്തുക. ഒരു ടൈം ടേബിൾ വേണം ഒരു മുസ്ലിമിന്. എന്റെ ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞു തീർക്കുന്ന മണിക്കൂറുകൾ തനിക്ക് ഉപയോഗപ്പെടണം. എങ്ങനെയൊക്കെ സമയങ്ങൾ ഉപയോഗപ്പെടുത്താം? നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം. നല്ല ഏത് കാര്യങ്ങളിലുമാണ് മനുഷ്യന്റെ വാശി വേണ്ടത്? അതാണല്ലോ റബ്ബ് സുബ്ഹാനഹു പറഞ്ഞത്, ഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. മത്സരിക്കുന്ന ആളുകൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളിലൊക്കെ മത്സരിക്കട്ടെ എന്ന് വൈലുൽ മുത്തഫിഫീൻ എന്ന് തുടങ്ങുന്ന അധ്യായത്തിൽ സ്വർഗീയമായ സുഖ സൗകര്യങ്ങളെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, മേൽപ്പറഞ്ഞ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ആഖിറത്തിൽ നേടിയെടുക്കാൻ വേണ്ടിയാവട്ടെ നിങ്ങളുടെ മത്സരം. ഫസ്തബിഖുൽ ഖൈറാത്തി, നന്മയുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ മത്സരിച്ചോളൂ. റബ്ബിലേക്കാണ് മടക്കം എന്നറിഞ്ഞോളൂ. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ എന്നൊക്കെ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഏത് സ്ഥലങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാലും നന്മയുടെ കാര്യത്തിൽ മനുഷ്യൻ സമയത്തെ പരമാവധി ഉപയോഗപ്പെടുത്തണം. നബിമാരെ സംബന്ധിച്ച് അല്ലാഹു മദ്ഹ് പറയുമ്പോ നബിമാരുടെ സ്വഭാവത്തെക്കുറിച്ച് മുസ്ലിമീങ്ങളെ അല്ലാഹു പഠിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദ്ഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. ഇന്നഹും കാനൂ, അമ്പിയാക്കളായിരുന്നു. ആരാണ് അമ്പിയാക്കൾ എന്നുകൂടി മുഖവിരയായി മനസ്സിലാക്കണം. തെറ്റുകൾ സംഭവിച്ചിട്ടില്ലാത്ത, എല്ലാം പൊറുക്കപ്പെട്ടിട്ടുള്ള, അല്ലാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ സ്വർഗീയ പദവി ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ള മഹാന്മാരായ പ്രവാചകന്മാര് പോലും യുസാരിഊന ഫിൽ ഖൈറാത്തി, നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവർ സമയം കണ്ടെത്തിക്കൊണ്ട് നന്മയുടെ കാര്യത്തിൽ അവർ മുന്നേറുമായിരുന്നു. വയദ്ഊനനാ, അവർ നമ്മെ വിളിച്ചപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു. റഗബൻ, അല്ലാഹു എന്റെ പ്രാർത്ഥന സ്വീകരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി. വറഹബൻ, സ്വീകരിക്കപ്പെട്ടു പോയില്ലെങ്കിൽ ഞാൻ അതപ്പതിച്ചല്ലോ എന്ന ഭയത്തോടുകൂടിയും. അത് ദുആ ചെയ്യുമ്പോഴുള്ളൊരു അദബാണ്. അല്ലാഹ് സ്വീകരിച്ചേക്കും എന്ന പ്രതീക്ഷയും വേണം, സ്വീകരിക്കാതെ പോകുമോ എന്ന ഭയവും വേണം. അതുപോലെ തന്നെ വകാനൂ ലനാ ഖാശിഈൻ, അവർ നമ്മോട് വളരെയേറെ ഭക്തിയുള്ള ആളുകളുമായിരുന്നു. അപ്പൊ നന്മയുടെ കാര്യത്തിൽ മനുഷ്യൻ പരമാവധി ഉന്മേഷത്തോടുകൂടി നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് സമയം ഉപയോഗപ്പെടുത്തേണ്ടത്. ഇനിയിപ്പോ ഇതൊക്കെ കേട്ടപ്പോ എല്ലാവരും സമയം ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ഇല്ല, ഇബ്ലീസ് പിന്നാലുണ്ടാകും. ഇബ്ലീസ് പറയും വേറെ പണിയൊന്നുമില്ലേ, അതൊക്കെ ക്ലാസിന്റെ ഒരു മാറ്റർ, കേൾക്കുമ്പോ അങ്ങനെ കേൾക്കുക. കുറച്ച് കഴിഞ്ഞാലോ നമ്മൾ ഇനി നമ്മുടെ പഴയ രൂപത്തിലേക്ക് അങ്ങ് മടങ്ങുക. സമയം കിട്ടിയാൽ എന്താ പണി? പേപ്പർ വായിക്കുക, റേഡിയോ കേൾക്കുക, TV കാണുക, ന്യൂസ് കാണുക. ന്യൂസ് ഹവർ, 2 ഹവർ, 3 ഹവർ, അത് ആവർത്തിച്ച് പിന്നെയും പ്രക്ഷേപണം ചെയ്യുമ്പോൾ പിന്നെ ഇരുന്ന് കൊടുക്കുക. കാരണം എന്താ? മൂല്യവത്തായ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ പാഠഭേദങ്ങൾ കൃത്യമായി തന്റെ മനസ്സിലിങ്ങനെ അരക്കിട്ട് ഉറപ്പിച്ചിട്ട് വേണം ഖബറിൽ ചോദ്യത്തിന് ഉത്തരം പറയാൻ. അല്ലേ? ഖബറിൽ ചോദ്യതാണല്ലോ, കരുണാകരന്റെ രാഷ്ട്രീയ മൂല്യം എത്ര, ആന്റണിയുടെ മൂല്യം എത്ര, അതല്ലേ ചോദ്യം, അല്ലേ? അല്ലെങ്കിൽ ചാണ്ടിയുടെ മൂല്യം എത്ര, കുഞ്ഞാലിക്കുട്ടിയുടെ മൂല്യം എത്ര എന്നാണല്ലോ ചോദ്യം. പരലോകത്തെത്തിയാ ഇതൊന്നും അല്ലടോ ചോദ്യം. മൻ റബ്ബുക്ക, നിന്റെ റബ്ബാര്? അത് ജീവിച്ചോനെ വരാൻ പറ്റുള്ളൂ. അല്ലാഹു റബ്ബി, നിന്റെ റബ്ബ് അല്ലയാണ്. ആരാണോ നിന്റെ മുഹമ്മദ് നബിയെ കുറിച്ച് നിനക്ക് എന്തറിയാന്ന് ചോദിക്കുമ്പോ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നാണ് മുനാഫിഖ് പറയാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മുനാഫിഖ് അങ്ങനെയാ പറയാ. മുഅ്മിന് പറയും, റസൂലുള്ളാഹിനെ കുറിച്ച് അവൻ സന്തോഷത്തോടുകൂടി പറയും, ഇത് ഞങ്ങളുടെ നേതാവാണ്, ഈ ഞങ്ങളിലേക്ക് അയച്ച റസൂലുള്ളയാണ്, ഞങ്ങൾക്ക് ദീൻ പഠിക്കാൻ വന്ന മഹാനാണ്, ഞങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചു, അദ്ദേഹത്തെ അംഗീകരിച്ചു. കേട്ടോ, ഇതിന് ഉത്തരം പറയാൻ ഇവിടുന്ന് വരിക്കണം എന്നാ പറഞ്ഞത്. അതിന് ഖുർആൻ എന്താണെന്നറിയോ? ഈ ഉമ്മത്തിന് ഖുർആൻ എന്താണെന്നറിയോ? വളരുന്ന ചെറുപ്പക്കാർക്ക് അറിയുമോ? ചെറുപ്പക്കാരികൾക്കറിയുമോ? എല്ലാ സിനിമാ നടീനടന്മാരുടെ പേരുകളും നമ്മുടെ മക്കൾക്ക് ബൈഹാട്ടാണ്. കൃത്യമായിട്ടറിയാം. ഓരോരുത്തരുടെ വേഷങ്ങൾ അറിയാം, ഓരോരുത്തരുടെ അഭിരുചികൾ അറിയാം, ഓരോരുത്തരുടേതായ കൃത്യമായ ഭാഷകൾ അറിയാം, പ്രയോഗങ്ങൾ അറിയാം. അഷ്റഫുൽ ഖൽഖിനെ കുറിച്ച് മാത്രം അറിഞ്ഞുകൂടാ, അംബിയായിനെ കുറിച്ച് മാത്രം അറിഞ്ഞുകൂടാ, സഹാബിമാരെ കുറിച്ച് കേട്ടിട്ടില്ല, ആയിഷ ബീവിയെ കേട്ടിട്ടില്ല, മറിയം ബീവിയെ കേട്ടിട്ടില്ല, ആസിയ ബീവിയെ കേട്ടിട്ടില്ല. സച്ചരിതരായ സഹാബത്തിനെയും സഹാബ വനിതകളെയും അമ്പിയാക്കളെയും മഹത്തുക്കളെയും ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് കപിൽ ദേവിനെ അറിയാം, അവർക്ക് ടെണ്ടുൽക്കറിനെ അറിയാം, അവർക്ക് പല നേതാക്കന്മാരെയും അറിയാം, അവരുടെ അഭിരുചികൾ അറിയാം, എല്ലാം അറിയാം. എന്നിട്ടും നമ്മൾ ചിരിക്കല്ല, നമ്മൾ സങ്കടപ്പെടണം. ഈ സമൂഹം, ഈ ഉമ്മത്തിലെ എന്റെയും നിങ്ങളുടെയും മക്കളുടെ കാര്യമായി പറയുന്നത്. വിയർപ്പിച്ച് ഏറ്റവും കൂടുതൽ അധ്വാനിച്ചുകൊണ്ട്
വിയർപ്പൊഴുക്കിക്കൊണ്ട് പ്രവാസികൾ ഈ ഭൂമിയിൽ ചോര നീരാക്കി അധ്വാനിച്ചുകൊണ്ടുണ്ടാക്കുന്ന പണം കൊണ്ട് നമ്മുടെ മക്കൾ നേടിയെടുക്കുന്ന സംസ്കാരം സാനിയമാരുടെ സംസ്കാരമാണ്. അതേപോലെ തന്നെ ഈ സമൂഹത്തിലെ വൃത്തികേടുകൾ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ സംസ്കാരമാണ്. അതിനൊന്നും നമുക്കൊരു വിഷമമല്ല. അതാ നമ്മുടെ കുട്ടികളുടെ ചർച്ചകളിൽ കടന്നു വരുന്നത്. മതം പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ ഒരു മദ്രസയിൽ ജോലി ചെയ്യുന്നു എന്ന ഏറ്റവും കൂടുതൽ പരിചയങ്ങൾ കൂടിയുള്ള ഒരാളെന്ന് നിലക്ക് പറയുകയാണ്. മതം പഠിക്കാൻ വരുന്ന കുട്ടികളുടെ വേഷം പോലും ശ്രദ്ധിക്കാതെയാണ് രക്ഷിതാക്കൾ മദ്രസയിലേക്ക് പറഞ്ഞു വിടുന്നത്. ആ കുട്ടികൾ തിരിച്ചു പോകുന്ന വാഹനങ്ങളിൽ ഇരുന്നവർ ചർച്ച ചെയ്യുന്നത് ഇന്ന് ഉസ്താദ് പഠിപ്പിച്ച ക്ലാസിനെ കുറിച്ചല്ല, ഉസ്താദ് പഠിപ്പിച്ച ദീനിയാത്തല്ല, ഉസ്താദ് പഠിപ്പിച്ച അമലിയാത്തല്ല, ഉസ്താദ് ഇന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ ചരിത്രമല്ല, ഉസ്താദ് ഇന്ന് പഠിക്കാൻ പറഞ്ഞ ഹിഫ്ളിന്റെ ഭാഗമല്ല. പെണ്ണ് ചർച്ച ചെയ്യുന്നത് എന്താണെന്നറിയോ? പൊരയിൽ ഉമ്മയും ബാപ്പിയും മക്കളും ഒരുമിച്ചിരുന്ന് കാണുന്ന സീരിയലിന്റെ തുടർക്കഥയാണ്, സിനിമകളുടെ സംസ്കാരമാണ്. അത് ബസ്സുകളിൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നാണിച്ച് തലതാഴ്ത്തേണ്ടി വരുന്നു അധ്യാപകന്മാർക്ക്. 1 മണിക്കൂർ കൊണ്ട് അധ്യാപകന്മാർക്ക് എന്ത് മാറ്റമുണ്ടാക്കാനാ കഴിയുക? 23 മണിക്കൂറും നിങ്ങളുടെ കൂടെയല്ലേ നിങ്ങളുടെ മക്കൾ കഴിയുന്നത്? 23 മണിക്കൂറും നിങ്ങൾക്ക് കഴിയാത്തത് 1 മണിക്കൂർ കൊണ്ടൊരു പാവം അധ്യാപകന് എന്ത് ചെയ്യാൻ സാധിക്കും? മാറ്റണം, സമയം ഉപയോഗപ്പെടുത്തണം എന്നാ പറയുന്നത്. ഉള്ള സമയം അല്ലാഹ്ക്ക് പൊരുത്തപ്പെടുന്ന വേദിയിലേക്ക് ഉപയോഗപ്പെടുത്താൻ മക്കളോടൊന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയാൻ എന്താ ബാപ്പമാർക്ക് മടി? എന്താ ഉമ്മക്കൊരു മടി? ബാപ്പക്കും ഉമ്മക്കും ആ സംസ്കാരം വേണം. പിന്നെ മക്കളോട് പറയാൻ പറ്റുമോ? ചെല്ലട ധർമ്മ കലിമ എന്ന് പറയുമ്പോ ചെല്ലിത്തരി മാപ്പിള എന്ന് പറയുമ്പോ ചൊല്ലാം മാപ്പിളക്ക് അറിയണ്ടേ? മാപ്പിള പറയാണ് ചെർമ്മനോട്, ചെല്ലടാ കെലിമ മാപ്പിളയാകണ ചെയ്യും. അപ്പൊ ചെർമ്മന് ചെല്ലണം നോക്കണ്ട്. ചെർമ്മൻ പറഞ്ഞു ചെല്ലിത്തരി മാപ്പിളെ എങ്ങനെ കെലിമ ചെല്ലണ്ട്? ഇപ്പൊ മാപ്പിള തലയൊറിയ ഓനെ ചെല്ലാൻ അറിയണ്ടേ? ഈ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്തിലെ മെമ്പർമാര് മാറിയിരിക്കുന്നു. സങ്കടമുണ്ട് സുഹൃത്തുക്കൾ, ഖേദമുണ്ട്, നാണക്കേടുണ്ട് ഈ ഉമ്മത്തിലെ ആളുകളുടെ കാര്യം. പള്ളികളിൽ പങ്കെടുക്കുന്നു, മദ്രസകളിൽ പങ്കെടുക്കുന്നു, അങ്ങനെയൊക്കെ അവകാശപ്പെടുന്ന മുസ്ലിമീങ്ങളുടെ മക്കൾ സാംസ്കാരികമായി അങ്ങേയറ്റത്തെ അധപ്പതനത്തിലേക്ക് പോവുകയാണ്. എന്താ കാരണം എന്നറിയോ? നിങ്ങളുടെ വീടുകളിൽ നിന്ന് കിട്ടുന്ന സമയങ്ങൾ, അള്ളാഹു തന്ന അനുഗ്രഹമായ ഈ സമയങ്ങൾ, മണിക്കൂറുകൾ അള്ളാഹ്ക്ക് പൊരുത്തമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സമയം കാണണം. ആ ഒരു സംസ്കാരം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഇവർ പഴച്ചു പോകും. പഴച്ചു പോയിട്ട് അവനെ ഇരുന്ന് കരയുന്നത്, പഴച്ചു പോയിട്ടിരുന്ന് കരയാണ്. എന്റെ മോനങ്ങളൊന്ന് നോക്കണം മൗലവി, ഒന്ന് ഉപദേശിക്കണേ, ഒന്ന് പറഞ്ഞു കൊടുക്കണേ അവന്. നീ എവിടെ ആയിരുന്നു? നീയല്ലേ വളർത്തിയത്, നീയല്ലേ ചോറ് കൊടുത്തത്, നീയല്ലേ വസ്ത്രം കൊടുത്തത്, എവിടെയായിരുന്നു നീ? മൗലവിനോട് പറയാൻ, ഉസ്താദിനോട് പറയാൻ എന്തേ എത്ര കാലം എന്റെ നോക്കാതിരുന്നത്? അന്നൊക്കെ ചിന്തിച്ചു ഭൗതിക ലോകം, ഭൗതികമായ വിദ്യാഭ്യാസം, എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എല്ലാം വേണം, അത് മാത്രം കൊടുത്തു. മദ്രസയിലേക്ക് വരാൻ പറഞ്ഞാലോ അത് പറ്റൂല, അതിന് സമയമില്ല, അതിന് തിരക്കാണ്, വേറെ എല്ലാത്തിനും സമയമുണ്ട്. ഇങ്ങനെ ഒന്ന് നല്ല കാര്യത്തിനും സമയമില്ലാതെ, നന്മകൾക്കൊന്നും സമയം ചെലവഴിക്കാതെ, ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സമയം കാണുമ്പോൾ പടച്ചവൻ പറഞ്ഞില്ലേ, അനുഭവിപ്പിക്കുകയാണ്, മരണത്തിന്റെ മുമ്പേ തീ തിന്നുകൊണ്ടിരിക്കുകയാണെന്ന് രക്ഷിതാക്കൾ. ആ ഒരവസ്ഥ വരുന്നതിന്റെ മുമ്പേ പടച്ചവൻ മുന്നറിയിപ്പ് നൽകുകയാണ്, നന്മയുടെ കാര്യത്തിലേക്ക് ചെലവഴിച്ചോളൂ. ഇന്ന് നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരികെ വരുന്നതല്ല, നഷ്ടപ്പെടുന്ന സമയങ്ങൾ ഒരിക്കലും തിരികെ വരുന്നതല്ല. ആലസ്യത്തിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം ചോദിക്കാനാ പറയുന്നത്. ഒഴിവ് കിട്ടിയിട്ടും കാര്യമില്ല, മനുഷ്യനത് ഉപയോഗപ്പെടുത്താൻ തോന്നണ്ടേ? ഒരു മനുഷ്യന് ഒഴിവ് കിട്ടിയാത്തവരുണ്ടാകും, കിട്ടിയാലും ഉപയോഗപ്പെടുത്താൻ തോന്നാത്തവരും ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ വെറുതെ ഫ്ലാറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ വെറുതെ റൂമിൽ ഇങ്ങനെ ഇരിക്കും. എന്താ നല്ല കാര്യമൊന്നും ചെയ്യാത്തത്? തോന്നണില്ല, മൂടില്ല എന്നാ പറയാ. ആ മൂടില്ലായ്മ ഒരു രോഗമാണ്. അത് അല്ലാഹുവിനോട് അഭയം ചോദിക്കപ്പെടേണ്ടുന്ന മാരകമായ രോഗമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ദുആ ചെയ്യാൻ പറയുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. ആലസ്യത്തിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു. കാര്യങ്ങൾ ചെയ്യാൻ സമയമുണ്ട്, പക്ഷേ ചെയ്യാൻ തോന്നണയുകയാണ് അലസത. അലസതയിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. അലസത മുഅ്മിനിന്റെ ലക്ഷണമല്ല, മുനാഫിക്കിന്റെ കൂടപ്പിറപ്പാണ്. മുനാഫിക്ക് നിസ്കരിക്കാൻ പോകുന്നത് പോലും മനസ്സിലായിട്ടാണ്. വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ. നിർബന്ധമായി ചെയ്തു തീർക്കേണ്ട നിസ്കാരം പോലും ഒരു ഉന്മേഷത്തോടു കൂടെ ചെയ്യാൻ അവന് നേരമില്ല. ഒന്ന് കഴിഞ്ഞിട്ടാലോ, ഇനിയിപ്പോ അതും കൂടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അലസതയോടുകൂടി ആ ഉളെടുക്കാൻ പോയി നിസ്കാരപ്പായിലേക്ക് വരുന്നത്, അല്ലെ ഈ പള്ളിയിൽ പോകുന്നത്. ഖാമൂ കുസാല.
അതേപോലെ തന്നെ മുനാഫിക്കിനെ കുറിച്ച് മറ്റൊരു സ്ഥലത്ത് പറയുന്നു, വലാ യഅ്തൂന സ്വലാത്ത ഇല്ലാ വഹും കുസാലാ, മടിയന്മാരായി കൊണ്ടല്ലാതെ അവർ നിസ്കാരത്തിന് വരുന്നേയില്ല. നമ്മൾക്ക് അങ്ങനെ ആ വിഷയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഖുർആനിലെ ആയത്തൊക്കെ കേൾക്കുമ്പോൾ അത് മുനാഫിക്കിന്റെ ഒരു വലിയ നേതാവുണ്ടായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, അയാളെ കുറിച്ച് ഇറങ്ങിയ ആയത്ത് എനിക്ക് ബാധകല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ഖുർആൻ ഓതുമ്പോ എന്റെ റബ്ബ് എന്നോട് സംവദിക്കുകയാണ്, സംസാരിക്കുകയാണ് എന്ന് ചിന്തിക്കണം. നമ്മളെന്ത് ചെയ്യും? സമയം കിട്ടിയാൽ അതൊക്കെ വേണ്ട തന്നെ, കാര്യമൊക്കെ ശരിയാണ്, കുറച്ചുകൂടി കഴിയട്ടെ, നാളെ ആവാ എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടിവെക്കുകയാണ്. നാളെ ഉണ്ടാകുന്നില്ല എന്താ ചങ്ങാതി ഉറപ്പുള്ളത് അല്ലേ? നാളെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വല്ല ഉറപ്പുണ്ടോ? നമ്മൾ അത് നാളെ ചെയ്യാം, ഇന്ന് സമയം കിട്ടിയ അന്ന് ചെയ്യണം എന്നാ പറയുന്നത്. രാത്രി മൂടിക്കഴിഞ്ഞാ പിന്നെ നീ രാവിലെ വരെ ഉണ്ടാകുന്നില്ല എന്താ ചങ്ങാതി ഉറപ്പ്? അങ്ങനെയുണ്ടോ? യാതൊരു ഉറപ്പുമില്ലല്ലോ. അതുകൊണ്ട് കിട്ടുന്ന സമയം പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇനി ആയുസ് കിട്ടിയെന്ന് വിചാരിക്കുക, നാളെ ഉണ്ടാകുന്നു നമ്മൾ ഉറപ്പിക്കുക, സങ്കല്പിക്കുക. ഇനി നാളെ നമ്മൾ ഉണ്ടായാൽ തന്നെ ഉള്ള സമയത്തിന്റെ മുമ്പിൽ എന്തൊക്കെ പേടാകൂടങ്ങളാ വരികയാണെന്ന് നമുക്കറിയോ? എന്തൊക്കെ പ്രതിബന്ധങ്ങളാ വരികയാണെന്ന് ആർക്കെങ്കിലും അറിയോ? അതുകൊണ്ട് നീ എന്ത് ചെയ്തോ? അലൈകാ ബിഅംരിൽ യൗമി ലാ തന്തളിർ ഗദൻ ഫമൻ ലീ ഗദിൻ മിൻ ഹാദിസിൻ ബികഫീലി. അലൈക ബിഅംരിൽ യൗം, നീ ഇന്നത്തെ കാര്യം നോക്കി അത് ഉപയോഗപ്പെടുത്തിക്കോ. ലാ തന്തളിർ ഗദൻ, നീ നാളെ കാത്തിരിക്കരുത്. ഫമൻ ലീ ഗദിൻ മിൻ ഹാദിസിൻ ബികഫീലി, എടോ നിനക്ക് നാളത്തെ സമയം ഉപയോഗപ്പെടുത്താൻ ഗ്യാരണ്ടി തരാൻ ആരാ ഉള്ളത്? അതിന്റെ മുമ്പിൽ വല്ല പ്രതിബന്ധങ്ങളും ഉണ്ടായിക്കൂടെ? നീ രോഗിയായിക്കൂടെ? നിനക്ക് പ്രയാസങ്ങൾ ഉണ്ടായിക്കൂടെ? ബുദ്ധിമുട്ടുണ്ടായിക്കൂടെ? എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ വരില്ല എന്ന് ആരാ നിനക്ക് കഫീലാവാനുള്ളത്? ആരാ നിനക്ക് ഗ്യാരണ്ടി തരാനുള്ളത്? ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരേണ്ട ചോദ്യങ്ങളാണ് സുഹൃത്തുക്കളെ. സ്വന്തത്തോട് ചോദിക്കുക, നമ്മൾ ഓരോരുത്തരും ചോദിക്കുക. അങ്ങനെ അള്ളാഹു നൽകിയ അനർഘമായ അമൂല്യമായ അനുഗ്രഹമായ സമയം, ആ സമയം പഠിച്ചോനെ ഒരുപാട് ആയുസ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ഇനിയുള്ള സമയമൊക്കെ ഞാൻ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തും. എന്തെങ്കിലും സുഹൃത്തുക്കളെ ദുനിയാവിലും ആഖിറത്തിലും നന്മയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ സമയം ഉപയോഗപ്പെടുത്തുകയില്ല എന്നൊരു തീരുമാനം നമ്മുടെ മനസ്സിൽ എടുക്കുക. അർഹമർ റഹീമീനായ തമ്പുരാനോട് അങ്ങനെ തന്നെ നിലനിൽക്കാൻ വേണ്ടി നല്ല നല്ല സമയങ്ങളിൽ വളരെ ജാഗ്രതയോടുകൂടി മനസ്സിൽ തട്ടിക്കൊണ്ട് ദുആ ചെയ്യുകയും ചെയ്യുക. ഫലം കാണും, തീർച്ചയാണത്. അങ്ങനെ സമയങ്ങളെ പരമാവധി നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആഖിറത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ വിലപിടിച്ച സമയം ഉപയോഗപ്പെടുത്തിയതിന്റെ വിളവെടുപ്പ് നടത്താൻ അർഹമർ റഹീമീനായ തമ്പുരാൻ നമുക്കെല്ലാവർക്കും സർവ്വ തൗഫീഖും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള അരുതായ്മകൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على خير خلقه نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.